വിവിധയിടങ്ങളിൽ പലതരത്തിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഫ്രറ്റേണിറ്റി പ്രവർത്തകരാണ് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രി ഇന്ന് കോഴിക്കോട്ട് ചില പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. കൂടാതെ KSU പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നത് +1 സീറ്റ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് ഫ്രറ്റേണിറ്റി പ്രവർത്തകരാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോഴിക്കോട്ട് വിവിധ ഇടങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പല വിഷയങ്ങളിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട് എന്നതാണ്. തത്സമയ ദൃശ്യങ്ങൾ കോഴിക്കോട്ട് നിന്ന് നമ്മൾ കാണുന്നതിൽ പോലീസ് ഈ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റുകയാണ്, നീക്കം ചെയ്യുകയാണ്. അവിടെ SFI പ്രവർത്തകരും സംഘടിച്ചെത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അല്പസമയം മുൻപും യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷഹദ്, ഇവിടെ പ്രതിഷേധം നടത്തുന്നത് ആരാണ്, എന്തിനാണ് ഈ പ്രതിഷേധം, വിശദാംശങ്ങൾ? അതായത് +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടാണ് ആദ്യഘട്ടത്തിൽ KSUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത്. എന്നാൽ ഭാരതാമ്മ വിഷയത്തിലാണ് യുവമോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അല്പസമയം മുമ്പ് പ്രതിഷേധം നടന്നത്. എന്നാൽ ഈ പ്രതിഷേധം നടക്കുന്നതിനിടയിൽ പോലീസ് ഇവിടെ നിൽക്കെ, അതായത് SFI പ്രവർത്തകർ ഈ പ്രതിഷേധവുമായി എത്തിയിട്ടുള്ള യുവമോർച്ച പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ അതായത് SFIയുടെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സാമൂതിരി സ്കൂളിൽ മറ്റൊരു പ്രോഗ്രാം ഉണ്ട്. ആ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഇപ്പോൾ ഇവിടേക്ക് എത്തിയതായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. വീണ്ടും ആ ഘട്ടത്തിൽ ഫ്രറ്റേണിറ്റിക്കാർ ഇത്തരത്തിൽ ഈ +1 സീറ്റുമായി ബന്ധപ്പെട്ട കരിങ്കൊടി കൊടിച്ചോ അവരെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി വീണ്ടും ഇത്തരത്തിൽ SFI പ്രവർത്തകർ എത്തുകയായിരുന്നു. അതിലാണ് ഇപ്പോൾ ഇവിടെ സംഘർഷം നടക്കുന്നത്. അതായത് SFI പ്രവർത്തകർ നേരത്തെ യുവമോർച്ച പ്രവർത്തകരെയും ഇപ്പോൾ ഫ്രറ്റേണിറ്റി പ്രവർത്തകരെയും കയ്യേറ്റം ചെയ്തു, അതും പോലീസ് നോക്കി നിൽക്കെ എന്നുള്ളതാണ്. ഇപ്പോൾ SFI പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് ഇവിടെ നിന്നും പിടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തുകയാണ്. അതിനെ പ്രതിരോധിക്കുകയാണ് SFI പ്രവർത്തകർ എന്നുള്ളതാണ്. അതായത് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്ക് ഇന്ന് വലിയ രീതിയിലുള്ള സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ പ്രതിഷേധം കണക്കിലെടുത്ത് ആ പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഇത്തരത്തിൽ യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാണിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അതിന് തൊട്ട് മുൻപ് KSU പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിലാണ്. ഈ സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലാണ് ഇത്തരത്തിൽ ഫ്രറ്റേണിറ്റിക്കാർ കരിങ്കൊടി കാണിക്കാനായി അല്ലെങ്കിൽ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ടായിരുന്നത്. അവരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതായത് ഈ SFI പ്രവർത്തകർ വീണ്ടും രംഗത്തെത്തിയിട്ടുള്ളത്. അതായത് ഇതിൽ പോലീസ് നോക്കി നിൽക്കെ ഈ രണ്ട് കൂട്ടുകാരെയും കൈയാറ്റം ചെയ്യാൻ പോലീസ് നിന്നുകൊടുത്തു എന്ന ആരോപണമാണ് അല്പസമയം മുൻപ് BJP പ്രവർത്തകർ ഉന്നയിച്ചത്. അതിന് അടിക്ക് തിരിച്ചടി തന്നെ നൽകുമെന്ന് ഇതിനോടകം തന്നെ BJP പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ നേരത്തെ ഇവിടെ സംഘർഷം നടത്തിയ അല്ലെങ്കിൽ BJP പ്രവർത്തകരെ അല്ലെങ്കിൽ യുവമോർച്ച പ്രവർത്തകരെ ആക്രമിച്ചവരെക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ, അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചടി എന്ന കാര്യം